195% പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും. ഈ വീഡിയോ മറക്കാതെ എല്ലാവരും മുഴുവനായും കാണുക. മെയിൽ ആണെങ്കിലും ശരി, ഫീമെയിൽ ആണെങ്കിലും ശരി, ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ BMJ മ്യൂസിക് കപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഇൻസ്റ്റാഗ്രാമില് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തു, പ്രഗ്നൻസി പരമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിൽ കുറെ വീഡിയോസ് ഇട്ടിരുന്നു. അപ്പൊ അന്ന് അത് ഒരുപാട് പേർക്ക് ഹെൽപ്പായി എന്നൊക്കെ എനിക്ക് മെസ്സേജ് ഇട്ടു. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ പ്രഗ്നൻസിയുടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഞാനും ചിന്തിച്ചു, എന്തുകൊണ്ട് പ്രഗ്നൻസിയുടെ വീഡിയോസ് വീണ്ടും ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചു. അപ്പൊ ഇത്രയും പേര് എന്റെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോ ഞാൻ എങ്ങനെയാണ് പ്രഗ്നൻസി നോർമലി കൺസീവ് ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത കാര്യങ്ങൾ എന്നാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഇപ്പൊ ഒരുപാട് വീഡിയോസ്, നല്ല വീഡിയോസും ഉണ്ട്, ഫേക്ക് ആയിട്ട് ഇറങ്ങുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് നമുക്ക് കൺസീവ് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ കൺസീവ് ചെയ്യാനായിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തുകൂടാ. അപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾ, എന്റെ എക്സ്പീരിയൻസ്, പിന്നെ ഞാൻ പ്രഗ്നൻസി ആയിരുന്ന ടൈമിൽ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുത്തെ ഡോക്ടർമാരുടെ ചോദിച്ചത് കേട്ട്, അതായത് ഞാൻ യൂട്യൂബർ ആണല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ച് നോട്ട് ചെയ്ത് വച്ചിട്ട് അതിന്ന് കിട്ടിയ ഇൻഫർമേഷൻസും കൂടിയൊക്കെ വച്ചിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. മറ്റൊരു വീഡിയോ റെഫറൻസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അത് ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ പ്രഗ്നന്റ് ആവാനായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 195% പേർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. പ്രഗ്നന്റ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഉപകാരമായിരിക്കും. അനാവശ്യമായിട്ട് ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് വരാം. ഓക്കെ, എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 വർഷം ആയി. അപ്പൊ ഈ 3 വർഷത്തിനിടയ്ക്ക് എന്റെ റിച്ചുമോൻ വരുന്ന ആ ഒരു ടൈമിലാണ്, ഞാൻ വരുന്നതിന് കുറച്ച് മുന്നേ ആണ് ഞങ്ങളൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തത്. അപ്പൊ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, മെയിൽ ആണെങ്കിലും ശരി, ഫീമെയിൽ ആണെങ്കിലും ശരി, ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. നിങ്ങൾ 2 പേരും, ഭാര്യയായാലും ഭർത്താവായാലും ഓക്കെ ആണോ എന്നുള്ളത് നോക്കുക. പിന്നെ നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കുക. ഇത് 2 ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ പകുതി കാര്യം അവിടെ ഓക്കെ ആയി കഴിഞ്ഞു. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ, എന്ത് കാര്യങ്ങളാണെങ്കിലും, ഈവൻ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിക്കുന്നതാണെങ്കിൽ പോലും ചെയ്തിട്ട് കാര്യമുള്ളൂ. ന്യൂലി കല്യാണം കഴിഞ്ഞവരാണെങ്കിലും ശരി, വർഷങ്ങളായിട്ട് കുഞ്ഞില്ലാതെ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും ശരി, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഹെൽത്ത് എങ്ങനെയാണെന്ന് നോക്കുക. അതിപ്പോ പ്രഗ്നൻസിയുടെ കാര്യമായിട്ട് മാത്രമല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും, നിങ്ങൾ ഡയബറ്റിക് ആണോ, ബ്ലഡ് പ്രഷർ ഹൈ ആണോ, അല്ലെങ്കിൽ ഫാറ്റി ലിവറിന്റെ പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും നല്ല ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോ നമുക്കറിയാം, ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇപ്പൊ പലർക്കും അതൊരു ബിസിനസ് കൂടിയാണ്. കാരണം ഇപ്പോ പ്രഗ്നന്റ് ആവാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്, അല്ലെ? ആവാത്ത ഒരുപാട് പേര്. ഇപ്പൊ കമന്റ് സെക്ഷനിലാണെങ്കിൽ എനിക്ക് പലരും മെസ്സേജ് ഇടുന്നതാകുമ്പോൾ എനിക്ക് സങ്കടം വരും. കാര്യം ഇത്രയും അവർ കുഞ്ഞിന് വേണ്ടി ഇത്രയും ആഗ്രഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടം വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണെങ്കിലും ശരി, ഇപ്പം പ്രഗ്നൻസിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിന് അധികമാണ്. ഇപ്പം IVF, IUI ഇല്ലാത്ത ട്രീറ്റ്മെന്റുകളൊന്നും ഇല്ലേ? അപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ പ്രഗ്നന്റ് ആവാനായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ ട്രീറ്റ്മെന്റുകൾ ചെയ്താൽ പോലും അതിന്റെയൊക്കെ ചാൻസസ് ഡോക്ടേഴ്സ് പറയുന്നത് 50-50 ആണ്. കാര്യം നമുക്ക് ഇപ്പൊ IVF ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്റെ പരിചയത്തിൽ തന്നെ ഇപ്പൊ പലരും ഉണ്ട്, അവർക്ക് IVF ചെയ്ത പലരും ഉണ്ട്. അപ്പൊ അവര് ഇതാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, എടാ IVFന്റെ കഴിഞ്ഞ മാസത്തെ സെറ്റിങ് കഴിഞ്ഞു, അപ്പം ഇതുവരെയും ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഭാഗ്യം കൊണ്ട്, എനിക്ക് ദൈവത്തിന്റെ ആ ഒരു കൃപാകടാക്ഷം കൊണ്ട് വേണം എനിക്ക് ഒരു ട്രീറ്റ്മെന്റുകളും, IVF-ഓ IUF-ഓ ഒരു ട്രീറ്റ്മെന്റുകളും എനിക്ക് ചെയ്തിട്ടില്ല. എനിക്ക് നോർമലി കൺസീവ് ആയതാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ചെയ്ത ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ 2 പേരും, ഞാനും ചേട്ടനും ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളുടെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ നോക്കി. ഇപ്പോൾ കൺസീവ് ആവാനായിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കി. അപ്പൊ നിങ്ങൾ ഭാര്യയ്ക്കാലും ശരി, ഭർത്താവിനാണെങ്കിലും ശരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിനൊരിക്കലും മടിച്ചിരിക്കേണ്ടയോ നാണിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി ആദ്യം നോക്കുക എന്നുള്ളതാണ്
ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലതും അവർ പറയുന്ന ഓരോ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കയ്യിലുള്ള ആകെ ബജറ്റ് ഇട്ട് വെച്ചിരുന്ന ചിലപ്പോൾ ഒരു 10,000 20,000 ആയിരിക്കും. അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈവൻ ചിലപ്പോൾ ലോൺ പോലും എടുക്കേണ്ട ഒരു സാഹചര്യം വന്നെന്നിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സജഷൻ ചെയ്ത് തരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ട്രിവാൻഡ്രത്തുള്ള SIT ഹോസ്പിറ്റലാണ്. അവിടുത്തെ എനിക്ക് നോർമൽ ഗൈനക്കോളജിസ്റ്റിന്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല, ഗൈനക്കോളജി സെക്ഷന്റെ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇൻഫെർട്ടിലിറ്റി, നമ്മൾ ഇപ്പം ഫെർട്ടിലിറ്റിയുടെ പ്രശ്നം വരുമ്പോൾ ആദ്യം കാണിക്കുന്ന ഇൻഫെർട്ടിലിറ്റി സെന്ററിലാണ്. അപ്പൊ SITയിലുള്ള ഇൻഫെർട്ടിലിറ്റി സെന്റർ എന്ന് പറയുന്നത് ഓക്കെ ആണ്. അതിന് വളരെ നമുക്ക് അവിടെ സേഫ് ആണ്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആവും എന്നുള്ള വേണമെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ആദ്യം ചെന്ന ഉടനെ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് ചെക്ക് ചെയ്ത് ഇപ്പം മെയിലിനാണെങ്കിലും ശരി ഫീമെയിലിനാണെങ്കിലും ശരി, ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ വജൈനൽ മസിൽ ടൈറ്റ്നസ് ഉള്ളവർ കാണും, ഉള്ളിൽ ഇൻഫെക്ഷൻസ് ഉള്ളവർ കാണും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ മെയിലിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്പേമിന്റെ കൗണ്ട് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഹെൽത്ത് പരമായിട്ട് മറ്റു പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിരിക്കും, പക്ഷെ സ്പേമിന്റെ കൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത്. ഫസ്റ്റ് കാര്യം, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പോയി ചെക്ക് ചെയ്യുക. നമ്മുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുക. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പൊ SIT എടുത്ത് നോക്കുകയാണെങ്കിൽ അവര് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം കൂടിയ ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് പറയും. ഇന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയും. അപ്പൊ ഫസ്റ്റ് ഹെൽത്ത് ചെക്ക് ചെയ്യുക, കൺസീവ് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ പീരീഡ്സ് ആയ ഡേറ്റ് മുതൽ ഓവുലേഷൻ ആയ ഡേറ്റ് വരെ നോക്കി കലണ്ടറിൽ അടയാളപ്പെടുത്തി എഴുതി കോണ്ടാക്റ്റിലാവുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഓവുലേഷൻ ടൈമിൽ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിൽ ചെയ്തു കഴിഞ്ഞാൽ 100% ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഏത് ഓവുലേഷൻ ടൈമിൽ ചെയ്താലും നമുക്ക് കുഞ്ഞാവണമെന്നില്ല. അപ്പൊ 100 എടുക്കുന്ന എപ്പോഴാണെങ്കിലും ശരി, ഏത് കാര്യത്തിലും 50-50 മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ ഒരു 10% പേർക്കായിരിക്കും അല്ലെങ്കിൽ 20% പേർക്കായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് വരുന്നത്. ഓവുലേഷൻ ടൈമിൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ച് ചാൻസ് കൂടുതലാണ്. ഒരു കുഞ്ഞായേ പറ്റൂ എന്നുകൊണ്ട് കടമ തീർക്കും പോലെ കോണ്ടാക്ട് ആവാൻ നിൽക്കാതെ, സെക്സ് എന്ന് പറയുന്ന ഒരു കാര്യം അത് പ്ലഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതിന് മെന്റലി ആ ഒരു മൂഡ് വന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ കാര്യമുള്ളൂ. കുഞ്ഞിനെ വേണം, കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്നുള്ള രീതിക്ക് കോണ്ടാക്റ്റിലാവാൻ നിൽക്കാതെ ആ ഒരു മൊമെന്റിനെ പ്ലഷറൈസ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ കോണ്ടാക്ട് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ചാൻസ് ഉണ്ട്. കാര്യം ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു മൊമെന്റിൽ നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസ് ഒരുപാട് ഉത്പാദിപ്പിക്കപ്പെടും. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിക്ക് കോണ്ടാക്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചാൻസ് കുറച്ച് കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്. അത് നമ്മൾ പ്രഗ്നന്റ് ആവാൻ ശ്രമിക്കുന്നതിനും ഇത്ര മാസം മുന്നേ കഴിച്ചാൽ മാത്രമേ നമുക്ക് കുഞ്ഞുണ്ടാവൂ, അതും ഒരു മിഥ്യാധാരണയാണ്. നമ്മള് പ്രഗ്നൻസിക്ക് നോക്കുന്ന ആ ഒരു ടൈം നമ്മൾ എപ്പോഴാണോ പൂർണ്ണമായിട്ട് പ്രോപ്പറായിട്ട്, അതായത് 2 പേരും ആണായാലും പെണ്ണായാലും ശരി സ്ട്രെസ് ഫ്രീ ആയതിനു ശേഷം മാത്രം പ്രഗ്നൻസിയിൽ ഒരു പ്രഗ്നന്റ് ആവണം എന്നുള്ള രീതിക്ക്. പണ്ടാണ് ഐ ആം പ്രഗ്നന്റ് എന്നുള്ള, ഇപ്പൊ വി ആർ പ്രഗ്നന്റ് ആണ് അല്ലെ. അപ്പോ 2 പേരും സ്ട്രെസ് ഫ്രീ ആയതിനു ശേഷം മാത്രം കോണ്ടാക്ട് ആവുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റിന്റെ ഗുണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹെൽത്തി പ്രഗ്നൻസി ലീഡ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പം എങ്ങനെയെങ്കിലും പ്രഗ്നന്റ് ആയാൽ മതി എന്നല്ലല്ലോ, നമുക്ക് പ്രഗ്നന്റ് ആകുമ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആയിരിക്കണം. നമ്മൾ പ്രഗ്നന്റ് ആയി കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഫീറ്റസിന് അല്ലെങ്കിൽ ആ ബേബിക്ക് എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ലീഡ് ചെയ്യുക എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് അത് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഫോളിക് ആസിഡ് ടാബ്ലറ്റിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ B9
അതിന്റെ ഉൽപാദനം കൂട്ടാനായിട്ട് ഈ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് സഹായിക്കും. ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ്, നമ്മുടെ ബ്രെയിനിന് ഹാപ്പി ഹോർമോൺസിന്റെ ഡെവലപ്മെന്റിന് ഈ പറഞ്ഞ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സെൽസ്, ശ്വേതരക്താണുക്കളുടെ വർധനവിന് സഹായിക്കും. അപ്പോ ഫോളിക് ആസിഡ് മസ്റ്റായിട്ട് എടുക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭാര്യ മാത്രം ശ്രദ്ധിക്കേണ്ട, ഭാര്യ മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമല്ല. ആണ് കൂടി സഹകരിച്ചാൽ മാത്രമേ ഒരു നല്ലൊരു പ്രഗ്നൻസിക്ക് അവിടെ ചാൻസ് ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഫുഡ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാം, ഞങ്ങൾ ഫോളോ ചെയ്ത കുറച്ച് രീതികളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു ട്രീറ്റ്മെന്റിലൂടെയല്ല, ഞങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങളായിട്ട് ചെയ്ത രീതികളാണ്, ഹെൽത്തി ആയിട്ടുള്ള രീതികളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങളിൽ 95% ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആണുങ്ങള്, നിങ്ങള് ആൽക്കഹോളിക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. മാക്സിമം എന്നല്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. കാര്യം നിങ്ങൾ ആൽക്കഹോളിക് അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് നടക്കത്തുള്ളൂ. അപ്പോഴേ ഒരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാകത്തുള്ളൂ, ഹെൽത്തി ബേബിയെ കിട്ടത്തുള്ളൂ. അപ്പൊ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനമേ ജീവിതത്തിൽ ഒഴിവാക്കി കളയുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കഴിക്കുന്ന ഫുഡുകളിൽ പോഷക നിറഞ്ഞിട്ടുള്ള ഫുഡ് ഉണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. 3 നേരം കഴിക്കുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. കഴിക്കുന്ന ഫുഡ് ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വളരെ പെട്ടെന്ന് ഉണ്ടാവും. അത് പ്രഗ്നൻസിക്കും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. നോൺ വെജിറ്റേറിയൻസ് ഉണ്ട്, വെജിറ്റേറിയൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പനീർ, പാല്, പിന്നെ നോൺ വെജിറ്റേറിയൻസിനും പ്രോട്ടീൻസ് കിട്ടുന്ന ഫുഡുകളൊക്കെ ഒന്ന് നോക്കി അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു മുട്ട കഴിക്കാൻ ശ്രമിക്കുക, പിന്നെ പഴം കഴിക്കുക, മറ്റ് ഇലക്കറികൾ കഴിക്കുക. അപ്പോൾ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡില് കാൽസ്യം, അയൺ, ഫൈബർ, പ്രോട്ടീൻ, മിനറൽസ്, ഇതെല്ലാം നമുക്കിപ്പോ എന്നും നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഒരുപോലെ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡില് ഇതില് എല്ലാ ദിവസവും നമുക്ക് കാൽസ്യം, അയൺ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഒരു ദിവസത്തില് ഒരു പോഷകമെങ്കിലും നമ്മുടെ ശരീരത്തിൽ ചെന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ ശ്രമിക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ ഹെൽത്തി മൈൻഡ് ഉണ്ടാകത്തുള്ളൂ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി ഉണ്ടാകത്തുള്ളൂ, ഹെൽത്തി പ്രഗ്നൻസി കിട്ടത്തുള്ളൂ. അപ്പൊ ഹെൽത്തിന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്തി ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. മാക്സിമം ജങ്ക് ഫുഡ്സ് നിങ്ങൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. എണ്ണ പലഹാരങ്ങൾ, കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള എണ്ണ പലഹാരങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന കറികളിൽ എണ്ണ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ ആ എണ്ണ യൂസ് ചെയ്യുന്ന അളവില്, ആ ഒരു ക്വാണ്ടിറ്റിയിൽ കുറച്ച് കുറവ് വരുത്തുക. വളരെ കുറച്ച് എണ്ണ യൂസ് ചെയ്യുക. പിന്നെ തൈരൊക്കെ നന്നായിട്ട് കഴിക്കുക. കാര്യം നമ്മുടെ ശരീരത്തില് ഗുഡ് ബാക്ടീരിയാസ് ഉണ്ടാവാനായിട്ട് തൈര് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ കഴിക്കുക. ഞാന് കൺസീവ് ആവുന്ന ടൈമിലും കൺസീവ് ആവുന്നതിന് മുന്നേയും പ്രഗ്നന്റ് ആയ ടൈമിലും ഒക്കെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഞങ്ങള് വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഞങ്ങള് ഫോളോ ചെയ്ത ഡയറ്റ് പ്ലാൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ വെജിറ്റേറിയനും കൂടിയാണ്. വെജിറ്റേറിയൻ ഫുഡിൽ തന്നെ ഇപ്പം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഇലക്കറികള്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകള്, കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകള്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഞങ്ങള് വീക്ക്ലി ഇവിടെ ട്രിവാൻഡ്രത്തിലും മകളിൽ പോയിട്ട് ഞങ്ങൾ മേടിച്ച് അത് വീട്ടിൽ കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. ഞങ്ങള് ട്രൂ എലമെന്റ്സിന്റെ, ഞാൻ ഒരിക്കലും ആ കമ്പനിയോ ബ്രാൻഡിനെയോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞങ്ങൾ ചെയ്തൊരു ഡയറ്റാണ് ഞാൻ പറയുന്നത്. ട്രൂ എലമെന്റ്സിന്റെ നട്ട്സും സീഡ്സും ഒക്കെ ചേർന്നിട്ടുള്ള മിക്സ് അത് മേടിക്കാനായിട്ട് കിട്ടും. ഓൺലൈനായിട്ടും കിട്ടും, അല്ലാതെ കടകളിലും കിട്ടും. പിന്നെ അതുപോലെ 2-3 സ്മൂത്തി മിക്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ ഇത് മേടിച്ചിട്ട് ഞങ്ങള് പാലില് രാവിലെയും വൈകിട്ടുമായിട്ട്, അതായത് രാവിലെയും രാത്രിയായിട്ട് ഞങ്ങൾ സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കുമായിരുന്നു. ഷുഗറൊക്കെ നന്നായിട്ട് അവോയ്ഡ് ചെയ്ത് പൂർണ്ണമായിട്ടൊരു 2 മാസത്തേക്ക് ഞങ്ങൾ ഷുഗറൊക്കെ ഫുള്ളി ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു.
രാവിലെയും രാത്രിയും ഇത് സ്മൂത്തി ആയിട്ട് അടിച്ചു കുടിച്ചു. അപ്പൊ അതില് സീഡ്സ് ഉണ്ട്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, പിന്നെ നട്ട്സുകൾ. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടുന്ന ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും ഒക്കെ തരുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി. അപ്പൊ ഞങ്ങള് മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഏത്തപ്പഴം മേടിച്ച് അത് കട്ട് ചെയ്തിട്ട് സ്മൂത്തി ആയിട്ട് ഈ പറഞ്ഞ സാധനം കൂടെ ഇട്ട് സ്മൂത്തി ആയിട്ട് അടിച്ച് കുടിക്കുമായിരുന്നു. എക്സ്ട്രാ ഷുഗർ ഒന്നും ഞങ്ങൾ ആഡ് ചെയ്യില്ല. ഇപ്പൊ ഏത്തപ്പഴത്തിൽ തന്നെ ഷുഗർ കണ്ടന്റ് ഉണ്ട്, എന്നാൽ പോലും അത് നമുക്ക് ഹെൽത്തിന് അത്രയും ഇഷ്യൂ ആവുന്ന ഒന്നും അല്ല. അപ്പോ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങള് അവക്കാഡോ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് പ്രഗ്നൻസി, നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസിക്ക് ഇപ്പൊ ഫോളിക് ആസിഡ് കഴിക്കുന്ന പോലെ തന്നെ നമ്മള് നല്ല ഹെൽത്തി പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫ്രൂട്ട്സുകളുണ്ട്. അപ്പൊ അവക്കാഡോ ഒക്കെ കഴിക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടും കഴിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ചോറിന്റെ അളവ് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് ചീര തോരൻ വെച്ച ചീര തോരൻ, പിന്നെ മറ്റെന്തെങ്കിലും അവിയലുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ കറികൾ കുറച്ച് കൂടുതൽ എടുക്കുക, കറികളുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്ത് ചോറ് വളരെ കുറച്ച് മാത്രം എടുക്കും. അപ്പോൾ എല്ലാ വൈറ്റമിൻസും ശരീരത്തിൽ ഡെയിലി ചെല്ലുമ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെൽത്തിന്, അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി പ്രഗ്നൻസി ഉണ്ടാവാനും നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് കൺസീവ് ചെയ്യാനും അത് ഹെൽപ്പാകും. പിന്നെ ഒരു നേരം ഗോതമ്പിന്റെ ഫുഡ്, ചപ്പാത്തി, ഗോതമ്പിന്റെ ഫുഡ് കടയിൽ നിന്ന് മേടിക്കുന്നതല്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും. ഇപ്പൊ പുട്ടാണെങ്കിൽ പുട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് കഞ്ഞി, പിന്നെ ചപ്പാത്തി, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി ഒരു നേരം അത് കഴിക്കുമായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഈ ഡയറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു മടുപ്പായിരുന്നു. കാര്യം അയ്യോ പെട്ടെന്ന് നമ്മൾ ഷുഗറൊക്കെ ഒന്ന് നിർത്തി, അല്ലെങ്കിൽ എണ്ണ പലഹാരങ്ങളൊക്കെ നിർത്തി വരുമ്പോൾ സ്വാഭാവികമായിട്ട്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മുടെ ആ ഒരു പർപ്പസ് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ആ ടൈമിൽ നമ്മൾ ആ ഡയറ്റ് ഫോളോ ചെയ്ത ആ ഒരു ഡയറ്റ് നമുക്ക് 1 മാസമേ നമ്മൾ ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യേണ്ടി വന്നുള്ളൂ. കാരണം ആ 1 മാസത്തിൽ തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് മസ്റ്റായിട്ട് ഡെയിലി നമ്മൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കുമായിരുന്നു. കാര്യം എല്ലാത്തിനും മരുന്നാണ് വെള്ളം എന്ന് പറയുന്നത്. നല്ല തിളപ്പിച്ചാറ്റിയിട്ടുള്ള വെള്ളം മസ്റ്റായിട്ട് 8 ഗ്ലാസ് വെള്ളം ഡെയിലി നമ്മൾ കുടിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല മരുന്നാണ് വെള്ളം എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു വലിയൊരു ഘടകമാണ് വെള്ളം. അപ്പം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങളും മാറും. അത് കുടിക്കുമ്പോൾ നല്ല തിളപ്പിച്ചാറ്റിയിട്ടുള്ള വെള്ളം കുടിക്കുക. അപ്പൊ ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നുണ്ട്, പിന്നെ പോഷകാഹാരങ്ങൾ ചെല്ലുന്നുണ്ട്. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഈ ഇത്രയും ആഹാരങ്ങൾ ചെന്നാൽ, അല്ലെങ്കിൽ പോഷകാഹാരങ്ങൾ ചെന്നാൽ മാത്രം പോരാ, ഈ സാധനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനെ നല്ല രീതിക്ക് ദഹിപ്പിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ മസിലുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പം ലേഡീസിനാണെങ്കിൽ ഈവൻ വജൈനൽ ഏരിയയിൽ പോലും നല്ല രീതിക്കുള്ള ഒരു ഹെൽത്തി മസിൽ സ്ട്രെങ്ത് ഉണ്ടാവാനായിട്ട് നമുക്ക് ഉറക്കം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബ്രെയിനിന് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാവാനായിട്ട് ഉറക്കം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു ചിട്ടയിൽ ഉറങ്ങുക, എണീക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പിന്നെ സ്ട്രെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. സാമ്പത്തിക ഇഷ്യൂസ് ഉണ്ടാവും, EMI ടെൻഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹോം ലോൺ അടയ്ക്കുന്നവരാണെങ്കിൽ ഹോം ലോണിന്റെ ടെൻഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കാര്യം. സ്ട്രെസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു ചിട്ട ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള റൊട്ടീൻസും ഉറക്കവും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പ്രഗ്നന്റ് ആവും എന്നുള്ളതിന് 100% ചാൻസ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബ് തുറക്കുമ്പോൾ ഒരുപാട് വീഡിയോസ് നമുക്ക് വരും. കൺസീവ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകള്, അല്ലെങ്കിൽ ഇന്ന ഫുഡുകൾ മാത്രം കഴിച്ചാൽ പെട്ടെന്ന് കൺസീവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങള് വീഡിയോസ് വരും. അപ്പം ഈ വീഡിയോസ് എല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രത്യേക യോഗ ചെയ്തെന്ന് വെച്ചാൽ, പ്രത്യേക എക്സസൈസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് കൺസീവ് ആവത്തില്ല. അല്ലെങ്കിൽ ഇന്ന ഫുഡ് മാത്രം കഴിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് കൺസീവ് ആവത്തില്ല. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൺസീവ് ആവത്തുള്ളൂ, ഒരു ഹെൽത്തി ബേബി നമുക്ക് കിട്ടത്തുള്ളൂ.
അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് കണ്ട് അതുപോലെയുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെറുതെ പണികൾ മേടിച്ചു കൂട്ടാനായിട്ട് നിൽക്കാതെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ പുറത്തുനിന്നുള്ള ഒരുപാട് പേര് ഇപ്പൊ കല്യാണം കഴിഞ്ഞവരുടെ അടുത്താണെങ്കിലും ശരി, ഒരുപാട് വർഷം കഴിഞ്ഞിട്ടുള്ളവരുടെ അടുത്താണെങ്കിലും ശരി, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് എന്താ ഒരു കൊച്ചാവാത്തെ, അവർക്ക് സൗന്ദര്യം പോകുന്ന വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതായിരിക്കും ഇതായിരിക്കും എന്ന് പറയുന്ന ഒരുപാട് അമ്മച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതൊന്നും മൈൻഡേ ചെയ്യരുത്. അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അവര് പുറത്തുനിന്ന് പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മളത് ഇഗ്നോർ ചെയ്തിട്ടേക്കാം. വേണ്ടാത്ത വിഷയങ്ങൾ നമ്മളെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ച് അതിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാതെ വേണ്ടാത്ത വിഷയങ്ങൾ കളയുക. നമ്മുടെ പർപ്പസ് എന്താണോ, നമ്മുടെ കാര്യങ്ങൾ എന്താണോ അത് മാത്രം ഫോളോ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ പോവാ. സമയമാകുമ്പോൾ നമുക്ക് കിട്ടാനുള്ളതിന് നമുക്ക് ദൈവം തരും. ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചേക്കാം. നമ്മുടെ ടൈം ആകുമ്പോൾ നമുക്ക് വരാനുള്ള ആളിനെ നമുക്ക് തന്നെ ദൈവം എനിക്ക് തന്നോളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങള് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങള് പ്രഗ്നന്റ് ആയവരാണെന്നോ, പ്രഗ്നന്റ് ആവാൻ നിൽക്കുന്നവരാണെങ്കിലും പ്രഗ്നന്റ് ആയവരാണെങ്കിലും ചൂസ് ചെയ്യുന്ന ഹോസ്പിറ്റല് നല്ലതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പണിയാണ്. കാരണം ഇപ്പൊ ഞാൻ തന്നെ പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ പലരും ഇതാണൊക്കെ പറഞ്ഞ് കേട്ടിട്ട് 1-2 ഹോസ്പിറ്റലുകളിൽ പോയി. ഞാൻ ഹോസ്പിറ്റലിന്റെ പേരുകളൊന്നും പറയാനില്ല. പക്ഷെ പല ഹോസ്പിറ്റലുകളിലും അവര് പണത്തിന് വേണ്ടി ഇല്ലാത്ത അസുഖങ്ങൾ എനിക്ക് ഉണ്ടെന്ന് വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഇപ്പൊ അവസാനം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട കാര്യം. ഇന്ന ഹോസ്പിറ്റലിൽ പോയി പണ്ടൊക്കെ, അതായത് നമ്മുടെയൊക്കെ അമ്മാമ്മമാരുടെയൊക്കെ കാലഘട്ടത്തില് എത്ര IVF ട്രീറ്റ്മെന്റുകൾ അവർ ചെയ്തു, എത്ര IUFകൾ അവർ ചെയ്തു. നിങ്ങള് പ്രഗ്നന്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വിഷമിച്ചിരിക്കാൻ ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിക്കണം. പണ്ട് നമ്മുടെയൊക്കെ അവരുടെ അമ്മമാരുടെ കാലത്ത് ഒരു IVFഉം ഒരു IUFഉം ഒന്നുമില്ല. പ്രോപ്പറായിട്ടുള്ള ഹോസ്പിറ്റലുകൾ കൂടിയില്ല. പിന്നെ നല്ല ഹോസ്പിറ്റലുകൾ മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഈവൻ ഇപ്പൊ SIT ആണെങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു ചിന്തയാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നല്ലതായിരിക്കോ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം നിൽക്കേണ്ടി വരും. ഈ പറഞ്ഞ ഇൻഫെർട്ടിലിറ്റി സെക്ഷൻ പ്രശ്നമുള്ളതല്ല കേട്ടോ. അപ്പോ അങ്ങനെ നമ്മൾ കുറച്ച് റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് നല്ലതായിട്ടുള്ള എന്തെങ്കിലും കിട്ടത്തുള്ളൂ. പിന്നെ 20 വയസ്സായാലും ശരി, 25 വയസ്സായാലും ശരി, 30 വയസ്സായാലും ശരി, ലേഡീസിനെ സംബന്ധിച്ച് നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്കിന്റെ പ്രശ്നമായിട്ട് മേ ബി ഓവേറിയൻ റിസർവ് കുറവാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അപ്പോ നമ്മുടെ ഏജ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇപ്പൊ പലരും കല്യാണം കഴിക്കാതെ പഠിത്തം മാത്രമായിട്ട് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഇതിൽ മാത്രം പോയി കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതുപോലെ IVF ആയിട്ടൊക്കെ പോകുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് ഒന്ന് ചിന്തിക്കുക, നമ്മുടെ ശരീരത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്ന മുകളിലുള്ള ഭഗവാൻ സൃഷ്ടിച്ചു വിട്ടതാണ്. പിന്നെ ജനറ്റിക്കൽ പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും അറിയാതെ വസിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് പോയി ചെക്ക് ചെയ്താൽ മാത്രമേ, കൺസിഡർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ പറ്റുമോ. പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, 1-2 വർഷം കഴിഞ്ഞ് മതി എന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വലിയ പാടായിരിക്കും. ഓവേറിയൻ റിസർവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓവറിയുടെ അകത്തുള്ള എഗ്ഗിന്റെ എണ്ണമാണ്. അപ്പൊ അത് ചിലർക്ക് 25 വയസ്സ് വരെ അവരറിയത്തില്ല. അവരുടെ ശരീരത്തിന്റെ ഈ ഓവറിയുടെ അകത്ത് എഗ്ഗിന്റെ എണ്ണം കുറവായിരിക്കും, അത് അറിയത്തുകൂടിയില്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് അത് മരുന്ന് കഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല. അതിനൊക്കെ ഫ്രീസ് ചെയ്യുക എന്നുള്ള ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. ആ ഫ്രീസ് ചെയ്യാനും വേണം, എഗ്ഗിന് എണ്ണം വേണം. അപ്പൊ ഒരുപാട് ഏജ് കൂട്ടാൻ നിൽക്കാതെ കല്യാണം കഴിച്ചവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കുഞ്ഞ് പയ്യ മതി എന്നുണ്ടെങ്കിൽ ആദ്യം പോയി ഹെൽത്ത് ഒന്ന് ചെക്ക് ചെയ്ത് പയ്യ ആയാലും മതി, കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തി വെച്ചേക്കാം. പിന്നീട് ഇല്ലാന്നുണ്ടെങ്കിൽ IVF ആയിട്ട് പിടച്ചോടേണ്ടി വരും. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കുക. ഞാൻ പ്രഗ്നന്റ് ആയ ടൈമില് ഞാൻ ചെയ്ത മെത്തേഡുകളും കാര്യങ്ങളുമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഇതില് ഈ പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ 100-ൽ 95% പേർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാര്യം എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അതൊക്കെ ഞാൻ വഴിയേ ഞാൻ പറഞ്ഞു തരാം. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്.
പിന്നെ എനിക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ പോയപ്പോൾ ലാസ്റ്റ് ഞാൻ ചിന്തിച്ചു, അയ്യോ എനിക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റുകളൊക്കെ വലിയ വലിയ ലക്ഷങ്ങൾ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരുമോ, ഓരോ ഡോക്ടേഴ്സ് പറയുന്നതായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും മെയിൻ കാര്യം നമ്മുടെ മൈൻഡിലുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമുക്കൊരു കുഞ്ഞാവും, ടൈം ആവുമ്പോ ആവും. പിന്നെ നമ്മുടെ മൈൻഡിന്റെ സ്ട്രെസ് ഒക്കെ ഫ്രീ ആയിട്ട് വെക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള രീതികള്, ചിട്ട, ഫുഡ് ഒക്കെ ഫോളോ ചെയ്യുക. ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് പങ്ക് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അത്രയും പൈസ ആവില്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നതിന്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ കിട്ടും. എല്ലാത്തിനും ഹോസ്പിറ്റലിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, എല്ലാത്തിനും ട്രീറ്റ്മെന്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിലൊക്കെ ഞങ്ങളുടെ രീതികളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കത്തിന്റെ ആ ഒരു റൊട്ടീൻസ്, ഫുഡിന്റെ രീതികൾ, കാര്യങ്ങളെന്ന് പറയുന്നത് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം അത്രയും മോശം ഒരു ചിട്ടയിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിലോട്ട് വരാൻ പറ്റിയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടും പറ്റും. അപ്പൊ ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചോദിച്ച് ഞാൻ അറിഞ്ഞ കാര്യങ്ങളും എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ലീഡ് ചെയ്യുക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയെ കിട്ടും. പിന്നെ ഈ പറയുന്ന കണക്ക് ഓവുലേഷൻ ടൈമൊക്കെ ആവാറാകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ അതിന്റെ സിംറ്റംസ് കാണിച്ചു തരും. ആ ഒരു ടൈമില് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ പല വീഡിയോസിലും ഇന്ന സ്റ്റൈലുകളിൽ ഇന്ന പൊസിഷനിൽ കോണ്ടാക്ട് ചെയ്താൽ കൊച്ചുണ്ടാവാൻ എളുപ്പമാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മിഥ്യാധാരണകളിൽ പോവാതെ നോർമൽ പൊസിഷൻ അത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന ആ ഒരു പൊസിഷൻ, നിങ്ങൾ ഇതുവരെയും ഏത് പൊസിഷനിലാണോ കോണ്ടാക്ട് ആയിക്കൊണ്ടിരുന്നത് ആ പൊസിഷനിൽ കോണ്ടാക്ട് ആയാൽ മതി. പിന്നെ ചിലര് ഈ വജൈനൽ ഏരിയയില് പല പ്രോഡക്ട്സുകളും നമുക്ക് വജൈനൽ വാഷിന് വേണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങള് വജൈനൽ ഏരിയയില് അങ്ങനെയുള്ള പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വെച്ച് വാഷ് ചെയ്യാനായിട്ട് നിൽക്കേണ്ട. നിങ്ങളുടെ വജൈനൽ ഏരിയയുടെ ഹെൽത്ത് നിങ്ങൾ തന്നെ നല്ല രീതിക്ക് നോക്കുക. പാൻറ്റീസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് നല്ല വെയിലത്ത് ഉണക്കിയിട്ട് മാത്രം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇൻഫെക്ഷൻസ് വന്നുപോയി കഴിഞ്ഞാലും നമുക്ക് അത് പ്രഗ്നൻസിയിൽ വളരെ ഒരു റിവേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇൻഫെക്ഷൻസ് വരാതെ ശ്രദ്ധിക്കുക. വെള്ളം ഒരുപാട് കുടിക്കുക. പിന്നെ വാഷിംഗ് പ്രോഡക്ട്സുകളൊക്കെ മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുക. ഒരുപാട് പേര് എനിക്ക് കമന്റ് ബോക്സിൽ ചോദിച്ചു, കോണ്ടാക്റ്റിലായി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അതേ പൊസിഷനിൽ തന്നെ കിടക്കണോ, അവിടെ വാഷ് ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി പേരുണ്ട്. നമുക്ക് അവിടെ വാഷ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ കോണ്ടാക്ട് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് കിടക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് വാഷ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം വജൈനൽ ഏരിയ ഹെൽത്ത് ആയിട്ട് കീപ്പ് ചെയ്യുക. ജെൻസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ പെനിസ് ഏരിയ നല്ല ക്ലീൻ ആയിട്ട് വെച്ചേക്കുക. നിങ്ങൾക്ക് ആ ഒരു മൂടുള്ള ടൈമുകളിൽ നിങ്ങൾ കോണ്ടാക്ട് ആവുക. പിന്നെ ഓവുലേഷൻ ടൈം വരുമ്പോൾ അതിന്റെ സിംറ്റംസ് നിങ്ങളുടെ ശരീരം കാണിച്ചു തരും. ആ ഒരു ടൈമിൽ കോണ്ടാക്ട് ആവുക. ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പരസ്പരം ദമ്പതികള് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നെ കാരണമാണ് കൊച്ചാവാത്ത അല്ലെങ്കിൽ നിന്നെ കാരണമാണ് കൊച്ചാവാത്ത എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പരസ്പരം തണലായിട്ട് നിൽക്കുക. നമുക്കെല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ശരിയാവും. എല്ലാം മുകളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കയ്യിലാണ്. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള വഴികൾ ഫോളോ ചെയ്യുക. ഈ വീഡിയോ മറക്കാതെ എല്ലാവരും മുഴുവനായും കാണുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ബേബി ദൈവം തരട്ടെ, ഹെൽത്തി പ്രഗ്നൻസി തരട്ടെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾ മറക്കാതെ ഇടുക. അതിനുള്ള ആൻസറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ ലവ് യു ഓൾ.